ഈ വരുന്ന ദിവസങ്ങളിൽ രാജ്യത്ത് 5 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മറ്റു തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് അനവധി പ്രത്യേകതകളുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് സാഗൂതം വീക്ഷിക്കുന്ന ലോകരാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന പാർട്ടികളും അതുപോലെ തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളുമൊക്കെ ഇത് ഉറ്റുനോക്കുന്ന ഒന്നാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായിട്ട് ഊന്നൽ നൽകുന്ന, അതായത് ഈ തെരഞ്ഞെടുപ്പിലെ ഈ 5 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങളിലെ വിധി നിർണ്ണയിക്കുന്ന സ്ത്രീ വോട്ടർമാരാണ്. ഇവിടെയാണ് 2014 മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നാരീ ശക്തി അത് എത്രത്തോളം താഴെത്തട്ടിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എത്രത്തോളം ഗുണം BJPക്ക് ലഭിക്കും എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ട്രയൽ റണ്ണ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ 5 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനത്തും സ്ത്രീ വോട്ടർമാർ തന്നെയാണ് കൂടുതൽ. പ്രത്യേകിച്ച് രാജസ്ഥാനിലും മധ്യപ്രദേശിലും തെലങ്കാനയിലുമാണ്. തെലങ്കാന സംബന്ധിച്ച് BJPക്ക് നേട്ടം ഉണ്ടായാൽ അതൊരു വലിയ ഗുണം തന്നെയായിരിക്കും. ഏതായാലും അതാണ് അതിൻ്റെ ഒരു സൈഡ് എന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റൊരു ഭാഗം എല്ലാവരും പറയുന്നത് രാജസ്ഥാനും മധ്യപ്രദേശിലുമാണ് പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നത്, അവിടെയാണ് ശ്രദ്ധിക്കുന്നതെന്ന്. പക്ഷേ അല്ല. BJPയും കോൺഗ്രസും എല്ലാവരും ഉറ്റുനോക്കുന്നതും ഏറ്റവും കൂടുതൽ കഠിന പ്രയത്നം നടത്തുന്നതും ദക്ഷിണേന്ത്യയിൽ തന്നെയാണ്, തെക്ക് തന്നെയാണ്, തെലങ്കാനയിൽ തന്നെയാണ്. ആ തെലങ്കാനയിൽ അധികാരം പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ അവശേഷിക്കുന്ന തുരുത്തുകളുള്ളത് ദക്ഷിണേന്ത്യയിലാണ്. കേരളം, കർണാടക, പിന്നുള്ളത് തെലങ്കാനയാണ്. ബാക്കി ഉള്ള ഇടങ്ങളിലെല്ലാം ആന്ധ്രയിൽ അവർ ഓൾറെഡി ഇല്ല. തമിഴ്നാട്ടിൽ അവർ DMKയുടെ ഒരു സഹായത്താൽ മുൻപോട്ട് പോകുന്നു. അപ്പോൾ അവർക്ക് ഈ കേരളം, കർണാടകം കഴിഞ്ഞാൽ പിന്നെയുള്ളത് തെലങ്കാനയാണ്. അവിടെ അവർക്ക് രണ്ടാമത് ഒരിക്കൽ കൂടി അവർക്ക് അധികാരത്തിൽ വന്നേ പറ്റൂ. ഇല്ലായെങ്കിൽ അവർക്ക് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആകെ പ്രതീക്ഷയുള്ള ദക്ഷിണേന്ത്യ എന്ന് പറയുന്ന തുരുത്തിലെ അവശേഷിക്കുന്ന ആ സീറ്റ് കൂടി അവർക്ക് നഷ്ടമാകും. BJPയെ സംബന്ധിച്ച് കർണാടക കഴിഞ്ഞ് അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്ന, അല്ലെങ്കിൽ കർണാടക പോലെ ആക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്ന ഒരു സംസ്ഥാനമാണ് തെലങ്കാന. കാരണം ദക്ഷിണേന്ത്യയിൽ അവർക്ക് പിടിമുറുക്കിയേ മതിയാകൂ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അവർ പറയുന്ന 350+ സീറ്റ് അവർക്ക് ലഭിക്കണമെങ്കിൽ അത് ഉത്തരേന്ത്യയിൽ നിന്ന് മാത്രം ലഭിക്കില്ല, പകരം ദക്ഷിണേന്ത്യയിൽ കൂടെ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 150 സീറ്റുള്ള ദക്ഷിണേന്ത്യയിൽ BJP അവരുടെ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് കൊടുത്ത ടാർഗറ്റ് 50 സീറ്റ്, 50 ലോക്സഭാ സീറ്റ് ദക്ഷിണേന്ത്യയിൽ നേടണമെന്നായിരുന്നു. പക്ഷേ BJPയെ പോലും ഞെട്ടിച്ചുകൊണ്ട് 31 സീറ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞു. അതൊരു ചെറിയ കാര്യമല്ല, വലിയ നേട്ടം തന്നെയാണ്. കാരണം BJP 50 സീറ്റ് ടാർഗറ്റ് ഇട്ട് നൽകുമ്പോൾ സ്വാഭാവികമായി അവർ പ്രതീക്ഷിക്കുന്നത് 20-25 സീറ്റ് ആയിരിക്കാം. പക്ഷേ അതിനെ ഞെട്ടിച്ചുകൊണ്ട് 31 എന്ന സംഖ്യയിലേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞു. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചത് കർണാടകത്തിൽ നിന്നാണ്. പക്ഷേ ഇത്തവണ അത് പോരാ. കാരണം കർണാടകത്തിൽ ഒരുപക്ഷെ അല്പം സീറ്റ് കുറഞ്ഞാലും അത് മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ സഹായിച്ചേ മതിയാകും. അതുകൊണ്ട് തന്നെയാണ് തെലങ്കാനയിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. തെലങ്കാനയിലേക്ക് വരുമ്പോൾ BJPക്ക് ഇപ്പോൾ അവിടെ ഒരു മുന്നേറ്റം നടത്താൻ കഴിയുന്ന ഒരു മണ്ണാണ്. പക്ഷേ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് പറയുമ്പോഴും അവർക്ക് ഭരിക്കാൻ യാതൊരു സാധ്യതയും അവിടെ ഇല്ല. പ്രതിപക്ഷത്തിരിക്കാനുള്ള സാധ്യതകൾ പോലും കാണുന്നില്ല. BJPയെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ 2018 BJPക്ക് തെലങ്കാനയിൽ ഉണ്ടായിരുന്ന കേവലം 6 സീറ്റാണ്. അവർ ഇത്തവണ അവർ പ്രതീക്ഷിക്കുന്നത് അത് 2 അക്കം കടത്തുക, അതായത് 10-10 മുകളിലോ ലഭിക്കുന്ന സീറ്റുകളാണ് നമ്മൾ 2 അക്കം എന്ന് പറയുന്നത്. ആ 2 അക്ക സീറ്റിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യം അവർ മറികടക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളും. ഏതായാലും അവിടുത്തെ 2018 കക്ഷി നില നമുക്കൊന്ന് പരിശോധിക്കാം. 119 സീറ്റാണ് അവിടെ ആകെ ഉള്ളത്. അതിൽ 60 സീറ്റ് കിട്ടുന്നവർക്ക് ഭരിക്കാൻ കഴിയും. 2018 അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് BRS ആണ്. അതായത് നമ്മുടെ പഴയ TRS, തെലങ്കാന രാഷ്ട്ര സമിതിയുടെ പുതിയ രൂപമാണ് BRS. ആ BRSന് 88 സീറ്റും കോൺഗ്രസിന് 19 സീറ്റും BJPക്ക് 6 സീറ്റും അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM എന്ന് പറയുന്ന പാർട്ടിക്ക് 7 സീറ്റും ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നമ്മൾ ആ നിയമസഭയിലേക്ക് നോക്കിയാൽ BRSന് 88 സീറ്റ് നേടിയ BRSൻ്റെ സീറ്റ് നില 97ആയി. 19 സീറ്റ് കിട്ടിയ കോൺഗ്രസിന് ഇപ്പോൾ 8 സീറ്റേ ഉള്ളൂ. അതായത് ബാക്കിയുള്ളവർ എങ്ങോട്ടൊക്കെ പോയി എന്നുള്ളത് ഈ സീറ്റ് നിലയിൽ നിന്ന് വ്യക്തമാകും. BJPക്ക് 6 തന്നെയാണ് നിലനിൽക്കുന്നത്, അസദുദ്ദീൻ ഒവൈസിക്ക് 7. ഈ തെരഞ്ഞെടുപ്പിൽ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്ക് സീറ്റുകൾ കുറയുകയാണെങ്കിൽ ഈ രാജ്യത്ത് ഒരു മതാധിഷ്ഠിത പാർട്ടിക്ക്, അല്ലെങ്കിൽ മുസ്ലിം ബേസിൽ വരുന്ന ഒരു പാർട്ടിക്ക് വലിയ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. മറ്റൊന്ന്, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BRSന് അടി പതറുകയാണെങ്കിൽ അവിടെ പുതിയൊരു സഖ്യം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. BJP അവിടെ ഭരിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രതിപക്ഷത്തെത്തുമോ എന്നുള്ളത് കാര്യവും സംശയാസ്പദമായ സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ BJPക്ക് ഒരുപക്ഷെ അവിടെ നിർണായകമായ റോൾ വഹിക്കാൻ കഴിയും, ഒരു കറുത്ത കുതിരയാകാൻ കഴിയും. അതും ഒരു സാധ്യതയായി തന്നെ നിലനിൽക്കുന്നു തെലങ്കാനയിൽ. കാരണം കോൺഗ്രസും BRSും ജീവൻ മരണ പോരാട്ടം നടത്തുന്നു. ഇവിടെ കോൺഗ്രസും BRSും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയും
ചെറിയ സീറ്റിൽ ഭരണം രണ്ടു കൂട്ടർക്കും കയ്യെത്താവുന്ന ദൂരത്തിൽ നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം വന്നാൽ BJP ഇറങ്ങി കളിക്കുക തന്നെ ചെയ്യും. അവർ BRSന് പിന്തുണ കൊടുത്ത് ചന്ദ്രശേഖർ റാവുവിന് ഒരു തവണ കൂടി മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയുണ്ട്. കാരണം BJPയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയാണ്. ഒരിക്കലും കൂട്ടുകൂടില്ല എന്ന് നാം കരുതിയ PDPയുമായി ജമ്മു കാശ്മീരിൽ കൂട്ടുകൂടി ഭരിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ തെലങ്കാനയിൽ ഒരു തൂക്ക് സഭ പോലെ എത്തുകയാണെങ്കിൽ അവിടെ BJPക്ക് നിർണായക റോള് ഉണ്ടാകും എന്ന് എല്ലാവരും കരുതുകയും ചെയ്തു. അതായത് ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ തെലങ്കാന. കാരണം തെലങ്കാനയും കർണാടകയും ഒക്കെ അടങ്ങുന്ന ദക്ഷിണേന്ത്യ പഴയതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉപേക്ഷിക്കാനോ കണ്ണടയ്ക്കാനോ കഴിയില്ല. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ. ഇവിടെ കോൺഗ്രസും BJP അവിടെ പടർന്നു കയറാനും കോൺഗ്രസ് അവിടെ തിരിച്ചു വരാനും ശ്രമിക്കുമ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി TR ചന്ദ്രശേഖർ റാവുവിൻ്റെ ഇപ്പോൾ ഭരണം നഷ്ടമായാൽ അദ്ദേഹത്തിന് എല്ലാം കൊണ്ടും നഷ്ടവും തകർച്ചയുമായിരിക്കും. മകൾ ഏതാണ്ട് ജയിലിലേക്ക് പോകുന്നതിൻ്റെ പടിവാതിൽ എത്തി നിൽക്കുന്നൊരു സാഹചര്യം. രാഷ്ട്രീയപരമായി ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു. ഒരു രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ പുള്ളി സ്വയം വിശേഷിപ്പിച്ചിരുന്ന, ഇല്ലെങ്കിൽ ഒരു ഭാവി പ്രധാനമന്ത്രി എന്ന് ഒക്കെ പുള്ളി കരുതിയിരുന്ന ഒരു വ്യക്തി കൂടിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BRS പരാജയപ്പെട്ടാൽ അതോടുകൂടി ചന്ദ്രശേഖർ റാവു അദ്ദേഹത്തിൻ്റെ കുടുംബാധിപത്യവും തകർന്ന് തരിപ്പണമാകും. ഇവിടെ മറ്റു ചില പാർട്ടികൾ കൂടി മത്സരിക്കുന്നുണ്ട്. TDP മത്സരിക്കുന്നു. TDP ഇതിന് മുമ്പും മത്സരിച്ചിരുന്നു. വലിയ രീതിയിൽ ക്ലച്ച് പിടിക്കാനൊന്നും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അവിടെ ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. അതായത് നമ്മുടെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി ശർമിളയാണ്. ശർമിളയ്ക്ക് എന്ത് ചലനം ഈ വരുന്ന തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതും വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ശർമിളയ്ക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഭാവിയിൽ ശർമിളയ്ക്കും അവിടെ ഒരു റോൾ ഉണ്ടാകും. BJPയെ സംബന്ധിച്ച് 2 അക്കം കടക്കുക, കോൺഗ്രസിനെ സംബന്ധിച്ച് ഭരണം തിരിച്ചുപിടിക്കുക, BRSനെ സംബന്ധിച്ച് ഭരണം നിലനിർത്തുക. അസദുദ്ദീൻ ഓവൈസിക്കും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഉള്ള സീറ്റ് നിലനിർത്തിയേ മതിയാകൂ. ഇല്ലെങ്കിൽ സ്വന്തം സമുദായം തന്നെ കൈവിട്ട നേതാവെന്ന് ചീത്തപ്പേര് അസദുദ്ദീന് കിട്ടും. ഇതാണ് തെലങ്കാനയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചരിത്രം. നാളെ മാറി മറിയാം. കാരണം രാഷ്ട്രീയമാണ്, ഒന്നും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. ഇതിന് ന്യൂസ് പോയിന്റ്. നന്ദി, നമസ്കാരം.